മലയാളത്തിന്റെ അഭിമാനമായ വിഖ്യാത ശില്പി കാനായി കുഞ്ഞിരാമനെ ആദരിക്കാൻ പുല്ലൂർ ഗ്രാമം ഒരുങ്ങി. ഒരേയൊരു കാനായി എന്ന പേരിൽ ഫെബ്രുവരി 22 നടത്തുന്ന ആദര സമ്മേളനം കവിയും ഗാനരചയിതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ കെ ജയകുമാർ IAS ഉദ്ഘാടനം ചെയ്യും. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad. Also at Kannur, Irati and Pattambi. പുല്ലൂരിലെ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയമാണ് അവിസ്മരണീയമാകാൻ പോകുന്ന ആദരവ് പരിപാടിക്ക് ആതിഥ്യമരുളുന്നത്. പ്രവാസിയും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന R. ജയകുമാറിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം നൽകിയായിരിക്കും വിശ്വവിഖ്യാത ശില്പിയും കാസർഗോഡുകാരനുമായ കാനായി കുഞ്ഞിരാമനെ ആദരിക്കുക. 4 ലക്ഷം രൂപയും ശില്പവുമാണ് പുരസ്കാരമായി നൽകുന്നത്. ഈ വർഷത്തെ R. ജയകുമാർ പുരസ്കാരം പ്രശസ്ത ശില്പിയും നമ്മുടെ നാട്ടുകാരനുമായ ശ്രീ കാനായി കുഞ്ഞിരാമനെ സമർപ്പിക്കുകയാണ്. കാനായിയെക്കുറിച്ച് ഒരു മുഖവരിയുടെ ആവശ്യമില്ല. ശില്പകലയിൽ നൂതനമായ ഭാവത്വം വളർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തും വളരെയേറെ പ്രചാരം നൽകിയ ഒരു പ്രതിഭാശാലിയാണ് ശ്രീ കാനായി കുഞ്ഞിരാമൻ. ഈ വർഷത്തെ അവാർഡ് സമർപ്പിക്കുന്നത് ശ്രീ കെ ജയകുമാർ IAS ആണ്. പി കൃഷ്ണൻ നായർ ഗ്രന്ഥാലയത്തിന് പുറമെ തിരുവനന്തപുരം ഫൈൻ ആർട്സ് അലൂമിനി അസോസിയേഷനും ചിത്രകാർ കേരളയും ഒരേയൊരു കാനായി എന്ന പേരിൽ ഒരുക്കുന്ന പരിപാടിക്ക് നേതൃത്വമേകും. മാത്രമല്ല, കാനായിയെ ആദരിക്കാനായി അദ്ദേഹത്തിന്റെ ശിഷ്യരായ ചലച്ചിത്ര സംവിധായകൻ രാജീവ് അഞ്ചൽ, നേമം പുഷ്പരാജ്, ടെൻസിംഗ് ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖരും എത്തും. ഫെബ്രുവരി 22 ഉച്ചയ്ക്ക് 2 മണിക്ക് കവിയും ചലച്ചിത്രഗാന രചയിതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ കെ ജയകുമാർ IAS ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ നേമം പുഷ്പരാജ് കാനായിയെക്കുറിച്ച് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയും പ്രദർശിപ്പിക്കും. ആദരിക്കൽ ചടങ്ങിന് ശേഷം കെ ജയകുമാറിന്റെ എഴുത്തും ജീവിതവും ആസ്പദമാക്കി ദൂരദർശൻ അവതാരകൻ പ്രഭ അജാനൂർ നടത്തുന്ന സ്നേഹപ്രഭാഷണവും ഉണ്ടാകും. വൈകിട്ട് 5:30 നടക്കുന്ന കലാസായാഹ്നത്തിൽ കെ ജയകുമാറിന്റെ പാട്ടുകളെ കോർത്തിണക്കി അവതരിപ്പിക്കുന്ന സൗപർണികാമൃതം നൃത്തശില്പം അരങ്ങേറും. തുടർന്ന് കുട്ടികളുടെ നാടകം, വനിതകളുടെ സ്കിറ്റ് തുടങ്ങിയവയും. ശില്പകലയെ പൊതുയിടങ്ങളിലേക്കെത്തിച്ച് ജനകീയമാക്കിയ കലാകാരനാണ് കാനായി കുഞ്ഞിരാമൻ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രഗത്ഭരായ നിരവധി കലാകാരന്മാർ കാനായിയുടെ ശിഷ്യരായിട്ടുണ്ട്. പരമ്പരാഗതമായ ശില്പകലാ സമ്പ്രദായത്തെയും ആസ്വാദനത്തെയും പൊളിച്ചെഴുതിയ ദേവശില്പിയാണ് കാനായി. മലമ്പുഴയിലെ യക്ഷി, ശംഖുമുഖം കടപ്പുറത്തെ സാഗരകന്യക, തോന്നിക്കലിലെ വീണപൂവ് ശില്പം, മുക്കോലക്കൽ പെരുമാൾ, വേളിയിലെ ശംഖ്, അമ്മയും കുഞ്ഞും, അക്ഷരശില്പം തുടങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാനായിയുടെ ശില്പങ്ങൾ മലയാളികളുടെ ആസ്വാദന രീതികളെ മാറ്റിമറിച്ചവയാണ്. ഇതെല്ലാം മുൻനിർത്തിയാണ് ഒരേ ഒരു കാനായി ആദരം പരിപാടി ഒരുക്കുന്നത്. ഇത്ര പ്രശസ്തനും പ്രഗത്ഭനുമായിട്ടുള്ള ഒരു സ്കൾപ്ചർ അല്ലെങ്കിൽ ഒരു ശില്പി ഉണ്ടോ എന്ന കാര്യം വളരെ വളരെ സംശയമാണ്. എനിക്ക് തോന്നുന്നു കാനായി ഇന്ത്യ ലോകത്തിന് നൽകിയ, അല്ലെങ്കിൽ നമ്മുടെ നാട് ലോകത്തിന് നൽകിയ ഏറ്റവും പ്രമുഖനായ ശില്പിയാണ്. അദ്ദേഹത്തിന്റെ ഓരോ ശില്പവും ഒരു കവിത പോലെ അത്രയും സുന്ദരവും മനോഹരവുമാണ്. അത് യക്ഷിയായാലും സാഗരകന്യകയായാലും അത് തോന്നത്തിലെ വിളപ്പൂവായാലും അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ അദ്ദേഹം കോൺക്രീറ്റിലും കല്ലിലും കൊത്തിവെച്ച മനോഹരമായ ശില്പങ്ങൾ കലാഹൃദയമുള്ള എല്ലാവരെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. ഇക്കാര്യങ്ങൾ അറിയിക്കാനായി കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗ്രന്ഥാലയം രക്ഷാധികാരി ഡോക്ടർ C. ബാലൻ, സംഘാടക സമിതി ചെയർമാൻ P. പത്മനാഭൻ, ജനറൽ കൺവീനർ അനിൽ പുളിക്കാൽ, ഭാരവാഹികളായ രാജൻ വിഷ്ണുമംഗലം, വിജയൻ സുവർണമട്ട, P. ശ്യാമള ടീച്ചർ, സൗമ്യ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.